എഡ്യൂകേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് തീർച്ചയായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1, 2, 3 പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന സംഘാടകനായിരുന്നെങ്കിലും ഈ സമരത്തിന് മുന്നോടിയായി സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു 20 പേരുടെ ഒരു സംഘം കണ്ണൂരിൽ നിന്നും കാൽനടയായി ഗുരുവായൂരിലേക്ക് തിരിച്ചത്. ഈ മാർച്ചിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത് AK ഗോപാലനായിരുന്നു. അടുത്ത ചോദ്യം, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. സർദാർ KM പണിക്കർ അധ്യക്ഷനായ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4 പ്രസ്താവനകളാണ് ഐക്യ കേരള പ്രസ്ഥാനവുമായി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അടുത്ത ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കൻഡലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടനാ പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ഡൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി. 1, 3, 4 പ്രസ്താവനകളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ. രണ്ടാമത്തെ പ്രസ്താവനയിലെ വാചകങ്ങൾ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി പുറപ്പെടുവിച്ച മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശ പ്രഖ്യാപനത്തിൽ നിന്നും ഉള്ളതാണ്. അടുത്ത ചോദ്യം, അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാംഫ് അഥവാ എൻ്റെ സമരം. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായത്. ബ്ലാക്ക് ഷർട്ട്സ് ഇറ്റലിയിലെ മുസോളിനിയുടെ അനുയായികളായിരുന്നു. ഹിറ്റ്ലറുടെ സന്നദ്ധ സംഘടനയുടെ പേര് ബ്രൗൺ ഷർട്ട്സ് എന്നതായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബർദോളി, ചമ്പാരൻ, ഖേഡ, അഹമ്മദാബാദ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ. 2 ചമ്പാരൻ, 3 ഖേഡ, 4 അഹമ്മദാബാദ്.
ഗാന്ധിജി ഇന്ത്യയിലെത്തിയ ശേഷം നടത്തിയ ആദ്യകാല സമരങ്ങൾ: ചമ്പാരൻ 1917, ഖേഡ 1918, അഹമ്മദാബാദ് 1918. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. മികച്ച നടൻ ജെസ്സി പ്ലെമോൺസ്, മികച്ച നടി എമിലിയ പെരസ്, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എല്ലാം തന്നെ ശരിയായത് ആണ്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ ഏതാണ്? ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ ഏതാണ്? ഓപ്ഷൻ സി ക്യോട്ടോ പ്രോട്ടോക്കോൾ. ക്യോട്ടോ പ്രോട്ടോക്കോളാണ് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കാനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ. ആനർ, ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ആനർ, ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഓപ്ഷൻ ഡി തപ്തി. തപ്തി നദിയുടെ പ്രധാന പോഷക നദികളാണ് ആനർ, ഗിർണ എന്നിവ. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദുർഗ്. ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ചതാണ്. അടുത്ത ചോദ്യം: രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരാണ് പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ എ ഈസ്റ്റിങ്സ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഈസ്റ്റിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷിസങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷിസങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ബി മയിൽ. കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷിസങ്കേതം മയിൽ സംരക്ഷണത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം ഏതാണ്? സെമീന്ദാരി സമ്പ്രദായം, റൈറ്റ്വാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ സി എല്ലാം തന്നെ ശരിയാണ്. ഒരു ദ്വിമേഖല 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. കുടുംബങ്ങൾ ഗവൺമെൻറ്, കുടുംബങ്ങൾ വിദേശ മേഖല, കുടുംബങ്ങൾ സംരംഭങ്ങൾ, സംരംഭങ്ങൾ ഗവൺമെൻറ്. ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി കുടുംബങ്ങൾ സംരംഭങ്ങൾ. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഓപ്ഷൻ സി വാർത്താവിനിമയം. തന്നിരിക്കുന്നവയിൽ വാർത്താവിനിമയമാണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവമാണ്, അസെർഷൻ എ. മറ്റൊന്ന് കാരണം, റീസൺ ആർ. ദൃഢപ്രസ്താവം: 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘനവ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. കാരണം ആർ. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. എയും ആറും ശരിയാണ്. കൂടാതെ ആർ കൃത്യമായ വിശദീകരണം ആണ്. അടുത്ത ചോദ്യം: ചേരുംപടി ചേർക്കുക.
പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ, PM ഗ്രാമ സഡക് യോജന, ഹ്രസ്വകാല തൊഴിൽ പരിശീലനം, ഗ്രാമീണ റോഡ് വികസനം, ഗ്രാമീണ ഊർജ്ജ സംരക്ഷണം, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ, സാർവത്രിക ബാങ്കിംഗ് സേവനം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A5, B1, C4, D2. പ്രധാനമന്ത്രി ജൻധൻ യോജന, സാർവത്രിക ബാങ്കിംഗ് സേവനം, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഹ്രസ്വകാല തൊഴിൽ പരിശീലനം, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ, PM ഗ്രാമ സഡക് യോജന, ഗ്രാമീണ റോഡ് വികസനം. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ മില്ലറ്റ്സിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിൽ മില്ലറ്റിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അനുയോജ്യമല്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 3ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, പ്രൊവിഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉം ശരി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ പട്ടേലായിരുന്നു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955-ലെ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1955-ലെ പൗരത്വ നിയമപ്രകാരം 5 രീതികളിലൂടെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ജനനം വഴി, പരമ്പര വഴി, രജിസ്ട്രേഷൻ വഴി, ദേശസാൽക്കരണം വഴി, പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് വഴി. 23ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെ കാലാവധി നീട്ടി 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന
10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല? 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. വിദ്യാഭ്യാസം, വനം, അളവുകളും തൂക്കങ്ങളും, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം. 42ാം ഭേദഗതിയെ മിനി ഭരണഘടന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഇന്ത്യയിൽ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ശ്രീ ഹർദീപ് സിംഗ് പുരി. ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പ് ആയിരുന്നു? ഓപ്ഷൻ ഡി 18ാമത്തെ. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഓപ്ഷൻ ഡി വയോമിത്രം. വയോമിത്രം പദ്ധതിയാണ് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. തന്നിരിക്കുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1, 2 മാത്രം. 1992 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതിയിൽ വഴിയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ഓപ്ഷൻ ബി കൊച്ചി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ വിമാനത്താവളം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? ഓപ്ഷൻ സി 100. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിവസങ്ങളാണ് ഉറപ്പു നൽകുന്നത്. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഓപ്ഷൻ സി KJ യേശുദാസ്. KJ യേശുദാസ് ആണ് ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ഓപ്ഷൻ എ ആട്ടം. ആട്ടം എന്ന സിനിമയാണ് 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 12th ഫെയിൽ എന്ന സിനിമയായിരുന്നു. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനങ്ങളിൽ മുഖ്യ
വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ഗവർണർ. ഗവർണറാണ് സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. ഓപ്ഷൻ എ പെരികാർഡിയം. പെരികാർഡിയമാണ് മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. നിപ്പ അസുഖമുണ്ടാക്കുന്ന രോഗാണു ഏതാണ്? നിപ്പ ഉണ്ടാക്കുന്ന രോഗാണു. ഓപ്ഷൻ എ വൈറസ്. വൈറസാണ് നിപ്പ ഉണ്ടാക്കുന്ന രോഗാണു. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തതേത്? CO2, മീഥേൻ, ഓക്സിജൻ, നൈട്രസ് ഓക്സൈഡ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ സി ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ സി താലോലം. താലോലം എന്ന പദ്ധതിയാണ് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വ്യായാമക്കുറവ്, സാംക്രമികം, പരമ്പരാഗതം, അമിത ഭക്ഷണം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഓപ്ഷൻ ഡി 1, 4. വ്യായാമക്കുറവ്, അമിത ഭക്ഷണം. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തതേത്? തന്നിരിക്കുന്നവയിൽ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ത്രോംബോസൈറ്റ്. DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തതേത്? DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി യുറാസിൽ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ എ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണമാണ് സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം ഡാഷാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം ഡാഷാണ്. ഓപ്ഷൻ എ അഭികേന്ദ്രബലം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം അഭികേന്ദ്രബലം ആണ്. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഓപ്ഷൻ സി ഡെസിബൽ. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം. 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ്? പിയറി അഗോസ്റ്റിനി, ക്ലോഡിയ ഗോൾഡിൻ, ഫെറൻ ക്രൗസ്, ആൻ ലുലിയർ. തന്നിരിക്കുന്നവരിൽ 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ഓപ്ഷൻ ബി. അക്വാറീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം. അക്വാറീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ്. സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണ് അക്വാറീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. ഓപ്ഷൻ ബി CN കാർബൺ, നൈട്രജൻ. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. 50-ാമത്തെയും 51-ാമത്തെയും ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി ഫാദർ ക്ലെമന്റ് പിയാനിയസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഫാദർ
ക്ലെമന്റ് പിയാനിസിസ് ആണ് ഇതിൻ്റെ രചന നിർവഹിച്ചത്. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 2ഉം 4ഉം. അവൻ വീണ്ടും വരുന്നു 1128, ക്രൈം 27. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഗാർഹിക വാസ്തുവിദ്യ. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം. സമ്പർക്കക്രാന്തി, മുഴക്കം. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം. ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചലസ്. ലോസ് ഏഞ്ചലസിൽ വെച്ചാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ ഭലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഓപ്ഷൻ ഡി 1, 2, 3 ശരി. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം. തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2 and 3. 2ഉം 3ഉമാണ് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഓപ്ഷൻ ഡി ഹെഡ് ടാഗ്. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ഓപ്ഷൻ സി 66F. 62ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. പാന്തർ, ജാഗ്വർ, പൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? പാന്തർ, ജാഗ്വർ, പൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? ഓപ്ഷൻ ബി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഓപ്ഷൻ സി വകുപ്പ് 5(2). ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ഓപ്ഷൻ ഡി 50 ലക്ഷം. 66ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ. ഓപ്ഷൻ ബി ഉപഭോക്തൃകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും
ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ മാർച്ച് 15. ലോക ഉപഭോക്തൃാവകാശ ദിനം എല്ലാ വർഷവും മാർച്ച് 15-നാണ് ആചരിക്കുന്നത്. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണമാണ് പാസാക്കിയത്? ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ്. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ്. ഓപ്ഷൻ എ പോഡ്. The antonym of contaminate is option D purify. 83-ാമത്തെ ചോദ്യം റിലേറ്റഡ് ആണ്. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. എ put up. പഴശ്ശിരാജ put up a brave fight against British army. Mimi said, I have been writing this letter. Change it into indirect speech. Mimi said that. Option A, she had been writing that letter. Choose the correct noun form for a male swan. Correct noun form for a male swan. Option D, cob. Our new employee is good at. Our new employee is good at. Option B, thinking out of the box. By the time we reached the station, the guard dashed the whistle. By the time we reached the station, the guard, option C, had blown. The guard had blown the whistle. The synonym of the word eloquent is. The synonym of the word eloquent. Option C, fluent. She gave me dash book that I wanted. She gave me. Option B, the. She gave me the book that I wanted. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. പണിക്കാരി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പണിക്കാരി എന്ന പദം. ഓപ്ഷൻ ഡി, സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അമ്മമാർ. ഓപ്ഷൻ ഡി, സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം. തെറ്റായി കൊടുത്തിരിക്കുന്ന പദം. ഓപ്ഷൻ സി. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യമേത്? എൻ്റെ പ്രായം 18 വയസ്സാണ്. ഇന്ത്യ ഭരിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകണം. പ്രഥമ ഇന്ത്യയുടെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. ശരിയായ വാക്യം. ഓപ്ഷൻ ഡി. ഉചിതമായ മറുപടി. അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി. ഉചിതമായ മറുപടി. ഓപ്ഷൻ ബി, ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽപ്പെടാത്തത്. ചൂതം, തേന്മാവ്, രസാലം, ഛത്രം. കൂട്ടത്തിൽപ്പെടാത്തത്. ഓപ്ഷൻ ഡി. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമരത്തടത്തിൽ തവള കരയണം. ഓപ്ഷൻ ബി, കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഉഗ്രം എന്നതിൻ്റെ വിപരീതം. ഓപ്ഷൻ സി, ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ ബി, പിൻ പ്ലസ് കാലം. പിൽക്കാലം, പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഇഹലോകത്തെ സംബന്ധിച്ചത്. ഓപ്ഷൻ സി, ഐഹികം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.